നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച്. ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് എൻ സുരേഷ് ബാബു. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് 21 വയസ്സുള്ള മൊജഹറുൽ ഇസ്ലാം. പ്രതിയെ പിടികൂടിയത് ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ വെച്ച്. പാലക്കാട് യാക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കടംതുരുത്തിയിൽ രാമേന്ദ്രന്റെ ഭാര്യ സംഗീത. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം തെക്കേയങ്ങാടി സ്വദേശി മരിച്ചു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ പുരോഗമിക്കുന്നു. സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. സ്ഥലം ഏറ്റെടുക്കേണ്ടത് 52 പേരിൽ നിന്ന്. പാലം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലത്തിൽ പ്രതീകാത്മകമായി കൈവരി നിർമ്മിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കത്തിനെതിരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് അനിഷ്ട സംഭവങ്ങളുണ്ടായത്. പ്രകടനമായി വന്ന പ്രവർത്തകരെ മേലെ പട്ടാമ്പിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മാർച്ചിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് നിർവഹിച്ചു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാം, നിങ്ങൾ BJP ആവാം, നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം, ഏത് രാഷ്ട്രീയം വിശ്വസിച്ചോ, പക്ഷെ ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസം, നിങ്ങളുടെ പിണറായിസം, നിങ്ങളുടെ മാർക്സിസം ഞങ്ങളെ നേരെ തിരിഞ്ഞാൽ ഇവിടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോലീസുകളെല്ലാം ചെറ്റകളല്ല, എന്നാലും ചില ചെറ്റകളുണ്ട്. ആ ചെറ്റകളോട് പറഞ്ഞേക്കാം, പിന്നെ നീയൊക്കെ എവിടെയാണ് ഇരിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. എന്തിനാണ് നിങ്ങൾ ആക്രമിച്ചത്? ഇവിടെ യൂത്ത് കോൺഗ്രസുകാരൻ ശ്രീ ജയശങ്കറിന്റെ തല പൊട്ടിച്ചു. നിങ്ങള് വെറും ട്രൗസറുള്ള പോലീസിന് പാൻഡാക്കിയ ഉമ്മൻചാണ്ടി, ആ ഒരു പാരമ്പര്യം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നിങ്ങളുടെ ലാത്തി ഞങ്ങളുടെ തലയ്ക്ക് വരുമ്പോ ഞങ്ങൾക്കും കൈയുണ്ട്, ഞങ്ങൾക്കും ആരോഗ്യമുണ്ട്. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വൻ പോലീസ് സന്നാഹമാണ് പട്ടാമ്പിയിലുണ്ടായിരുന്നത്. കണ്ണീർവാതകം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. പട്ടാമ്പി പാലത്തിൽ കൈവരി സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 25 വർഷമായി വേട്ടയാടപ്പെട്ടതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട് 4th അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടത്. 2002 പാലക്കാട് ചിറ്റൂരിലെ ജനതാദൾ പ്രവർത്തകരായ ശിവദാസ്, കറുപ്പസ്വാമി എന്നിവർ മരണപ്പെട്ട കേസിലാണ് കോടതി വിധി. 13 പ്രതികളുണ്ടായിരുന്ന കേസിൽ നേരത്തെ 6 പേരെ വെറുതെ വിട്ടിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് കോടതി വിധി കേട്ട ശേഷം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. 20 വർഷം 22 വർഷമായി 2002 ഈ സംഭവം നടക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് കേസായിരുന്നു.
ആക്സിഡൻറ്റ് കേസായിട്ടാണ് ആദ്യത്തെ FIS എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴാണ് അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പോലീസിനെ സ്വാധീനിച്ച് ബോധപൂർവം അതിനൊരു മർഡർ കേസാക്കി മാറ്റി. ആ മർഡർ കേസിൽ CPMൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ ഉൾപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഒരു ആക്സിഡൻറ്റ് കേസിനെ മർഡർ കേസാക്കി മാറ്റി അന്നത്തെ ആൻ്റണി ഭരണത്തിൽ പോലീസിനെ സ്വാധീനിച്ച് ചെയ്ത ഒരു വലിയ ഒരു കുറ്റകൃത്യമായിരുന്നു അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ചില രാഷ്ട്രീയ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിലുള്ള യഥാർത്ഥ ഒരു വിധിയാണല്ലോ കോടതി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും. 4 നൂറ്റാണ്ട് വേട്ടയാടി. ആ വേട്ടയാടിലൊന്നും ഞങ്ങൾ തളരാൻ നിന്നില്ല. ഞങ്ങളെ തകർക്കാനും കഴിയില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. വിധി കേൾക്കാൻ ചിറ്റൂരിൽ നിന്നുൾപ്പെടെ നിരവധി പ്രവർത്തകർ കോടതിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് യാക്കര ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരി മരിച്ചു. കടംതുരുത്തിയിൽ രാമേന്ദ്രന്റെ ഭാര്യ 35 വയസ്സുള്ള സംഗീതയാണ് മരിച്ചത്. സംഗീത ജോലി ചെയ്യുന്ന കോട്ടമൈതാനത്തെ ബേക്കറിയിലേക്ക് വരുന്ന സമയത്തായിരുന്നു അപകടം. ആളെ ഇറക്കാൻ നിർത്തിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് പെട്ടെന്നെടുക്കുകയും ബസ്സിൽ ബൈക്ക് തട്ടി സംഗീത റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ബസ്സിന്റെ പിൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സംഗീത മരണപ്പെട്ടു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു. കുന്നംകുളം തെക്കേയങ്ങാടി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കുന്നംകുളം തെക്കേയങ്ങാടി അമ്പലംപള്ളിക്ക് സമീപമാണ് ഇന്നലെ വൈകുന്നേരം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന തെക്കേയങ്ങാടി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് ബുധനാഴ്ച മരിച്ചത്. അപകടത്തിൽ ചമ്മന്നൂർ കുന്നത്തുവളപ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള ആഷിഖ്, ചമ്പന്നൂർ കുന്നനായിൽ വീട്ടിൽ 21 വയസ്സുള്ള ഫായിസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. തെക്കേയങ്ങാടി സൗത്ത് ബസാറിൽ നിന്ന് ചിറളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇടറോഡിലേക്ക് തിരിഞ്ഞതോടെ പിറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിലാണ് സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ എത്തിച്ചു. പോൾസന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം പിന്നീട് നടക്കും. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും സ്കൂട്ടർ ഭാഗികമായും തകർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയിൽ പുതിയ പാലം പ്രാരംഭ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പാലത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം നൽകുന്ന മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നു. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ആകെ 52 പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം നൽകുന്ന മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രത്യാഘാത പഠന യൂണിറ്റ്, കേരള വോളണ്ടറി ഹെൽത്ത് സർവീസ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും യാതൊരുവിധ ആശങ്കകളും വേണ്ടെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മാന്യമായ വില നൽകിക്കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് പരമാവധി വില കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ സ്ഥലം അത് വളരെ മാന്യമായി, എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ വില നൽകിക്കൊണ്ടായിരിക്കും ആ സ്ഥലം ഏറ്റെടുക്കുക. അത് ധൈര്യമായി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞേ നമുക്ക് പാലത്തിന്റെ പണി തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് പരമാവധി വില കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്ന് അറിയിക്കുകയാണ്. ആകെ 52 പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. സ്ഥലം നൽകുന്ന മുഴുവൻ പേരുടെയും അഭിപ്രായങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ആകെ 113 സെന്റ് സ്ഥലമാണ് ആവശ്യമായി വരുന്നത്. ഇതിൽ 83 സെന്റ് സ്ഥലം പട്ടാമ്പി ഭാഗത്തും 30 സെന്റ് സ്ഥലം തൃത്താല വില്ലേജിലുമാണ് ഏറ്റെടുക്കേണ്ടത്. MLAയ്ക്ക് പുറമെ നഗരസഭാ സെക്രട്ടറി ബ്ലസി സെബാസ്റ്റ്യൻ, പാലക്കാട് ലാൻഡ് അക്യൂസേഷൻ സ്പെഷ്യൽ തഹസിൽദാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. UDF മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് UDF ലീഡേഴ്സ് മീറ്റ് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ടുള്ള യാത്രയിൽ
നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. നമുക്ക് മുൻപേ മൺമറഞ്ഞു പോയിരിക്കുന്ന എത്രയോ ആളുകൾ കെട്ടിപ്പടുത്ത ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിന്റെ പ്രവർത്തനത്തിന് തുടക്കം എന്നുള്ളതുപോലെ തന്നെ അത് മുള്ളൂർക്കരയിൽ നിന്ന് ആരംഭിച്ചതിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാനും അതിനുള്ള അവസരങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് കടക്കുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരിക ആറ്റൂർ അള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ UDF ചെയർമാൻ NS വർഗീസ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. STU തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സലാം, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KM നാരായണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM മൊഹുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, PP പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. UDF കൺവീനർ KM ബക്കർ സ്വാഗതവും ശ്രീഹേഷ് നരിപ്പറ്റ നന്ദിയും പറഞ്ഞു. നിരവധി UDF പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. അസം മോറിഗോൺ അമരഗുരി സ്വദേശി 21 വയസ്സുള്ള മജഹറുൽ ഇസ്ലാമാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ നിന്നാണ് അസം സ്വദേശി മൊജഹറുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുടെ രഹസ്യ അന്വേഷണ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ഹരീന്ദ്രൻ, ജിനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്, സിവിൽ പോലീസ് ഓഫീസർ മനോജ്, മാർട്ടിൻ ജുവേഷ എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ്. ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ വിഭാഗീയത മൂലം പഞ്ചായത്തിൽ സ്ഥാപിച്ച ഹൈമാസ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷൻ പഞ്ചായത്ത് വൈകിപ്പിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. പഞ്ചായത്തിലെ റോഡുകളുടെയും അഴുക്കുചാലുകളുടെയും ശോചനീയാവസ്ഥയ്ക്കൊപ്പം പഞ്ചായത്തിലുടനീളം തെരുവ് വിളക്കുകൾ കത്താത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും രൂക്ഷമായ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഭരണസമിതി ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ലെന്നും മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള വിഭാഗീയത മൂലം MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് മിനിമാസ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷൻ ആവശ്യമായ അനുമതി ഭരണസമിതി വൈകിപ്പിക്കുകയാണെന്ന് മണ്ഡലം പ്രസിഡന്റ് KK സാജൻ പറഞ്ഞു. ഗ്രാമസഭകൾ കൃത്യമായ അംഗങ്ങളില്ലാതെയാണ് നടത്തുന്നതെന്നും തനതു ഫണ്ട് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ വിഭാഗീയത മൂലം കണ്ടില്ലെന്ന് നടിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഉള്ളിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ അതിൻ്റെ ഉള്ളിലെ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള വിഭാഗീയതയും മറ്റു അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളും നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. KSSPA മണ്ഡലം പ്രസിഡന്റ് A ജയറാം, INTUC മണ്ഡലം പ്രസിഡന്റ് V സൂര്യനാരായണൻ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വിജയരാഘവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, S ഗീത, K രാധാകൃഷ്ണൻ, K മിനിമോൾ, C അനിത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കില റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് മൂസ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ മാലിന്യമുക്തം പ്രതിജ്ഞയും ചൊല്ലി. പഞ്ചായത്ത് സെക്രട്ടറി EV ഗിരീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം പഞ്ചായത്തിൽ ജാഗ്രതാ സമിതിക്ക് പരിശീലനം നൽകി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് VR മഹിളാമണി പറഞ്ഞു. പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുന്നില്ലെന്ന് VR മഹിളാമണി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും മഹിളാമണി പറഞ്ഞു.
ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലോ ഒക്കെ ആവശ്യമാണ്. തുടർന്ന് മറ്റൊരു വിഷയത്തിന് പറയും മാധ്യമങ്ങൾ പോകുന്നതോടൊപ്പം നമ്മളെയും മാധ്യമങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണം. ഏറ്റവും അവസാനം നമുക്ക് കേട്ടാണ് ഇനിയും ഭയം വിട്ടുമാറാത്ത തരത്തിലേക്ക് രാജ്യത്ത് ചില സംഭവങ്ങൾ നടന്നു. ഒന്ന് നമുക്ക് തൊട്ടുമുട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മണിപ്പൂരിൽ സംഭവിച്ചു. ഇപ്പോൾ കൊൽക്കത്ത നഗരത്തിലെ ഒരു വലിയ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ BBS പഠനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിൽ ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടർ അതിദാരുണമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളൊക്കെ ഞങ്ങളാകുന്നത്. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പെൺകുട്ടികൾ വിദേശത്തേക്ക് സ്വയം കണ്ടുപിടിച്ചുകൊണ്ട് റാങ്കിങ്ങിൽ അതിന്റെ നിലവാരം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വാർഡുതല ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK വിനോദ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, CDS ചെയർപേഴ്സൺ TR അംബിക, ഹെൽത്ത് ഇൻസ്പെക്ടർ സൂസി, ICDS സൂപ്പർവൈസർ ബയാന BV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയോധികൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ മകളുടെ മകൻ 28 വയസ്സുള്ള രാഹുലിനെ ചെറുതുരുത്തി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപത്ത് താമസിക്കുന്ന 76 വയസ്സുള്ള അയ്യപ്പനെ രാഹുൽ വെട്ടി കൊലപ്പെടുത്തിയത്. രാഹുൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് നേരത്തെ വീട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. മാത്തൂരിൽ വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന അയാൾ മരിച്ചു. പല്ലഞ്ചാത്തന്നൂർ മന്നം തെക്കേത്തറ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ മകൻ 36 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. CITU കോൾ മന്നം ഡിവിഷൻ അംഗമാണ്. തിങ്കളാഴ്ച രാത്രിയാണ് ശിവനെ വീടിനുള്ളിൽ വിഷം കഴിച്ച് അവശനിലയിൽ കണ്ടത്. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച രാത്രിയോടെ മരിച്ചു. കോട്ടായിയിൽ പൊതു ശൌചാലയം ഒരുങ്ങുന്നു. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവിട്ടാണ് ശൌചാലയം നിർമ്മിക്കുന്നത്. കോട്ടായി സെന്ററിൽ പൊതു ശൌചാലയം എത്തുന്നതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത്. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാൽ പുറമ്പോക്ക് സ്ഥലത്താണ് പൊതു ശൌചാലയം നിർമ്മിക്കുന്നത്. ശൌചാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദിവസേന നിരവധി കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കോട്ടായി സെന്ററിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തത് യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. കോട്ടായി സെന്ററിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന് സമീപത്തായാണ് 6 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പുതിയ ശൌചാലയം നിർമ്മിക്കുന്നത്. നിലവിൽ കോട്ടായി സെന്ററിൽ നിന്നും 250 മീറ്റർ അകലെ ഹൈസ്കൂളിന് പിന്നിൽ പ്രധാന പാതയോരത്ത് പൊതു ശൌചാലയം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കരാറെടുത്ത് നടത്താൻ ആളില്ലാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. പുതുതായി നിർമ്മിക്കുന്ന ശൌചാലയവും അത്തരത്തിലാകരുതേ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം 2024 ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജോയിന്റ് BDO സരിത വിശദീകരണം നടത്തി. അങ്ങനെ ഭൂമിയിൽ കിടന്ന് അലിഞ്ഞു പോവാത്തൊരു സാധനമാണ്. അലിഞ്ഞു പോയില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ പ്രശ്നം, നമ്മള് അപ്പോഴും നമുക്ക് അലിഞ്ഞു പോയില്ല. കുറെ കാലം എന്തെന്നെയായാലും ഇത്രയും മുതൽ ചെലവാക്കി നീക്കുന്ന മനുഷ്യനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ കിട്ടണമെങ്കിൽ അതിൽ കിടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ അല്ലെ. പിന്നെ പണ്ട് പ്ലാസ്റ്റിക് നമ്മൾ കരുതി അങ്ങനെ പോയി കുറച്ചു കൊല്ലം. എന്നിട്ടും പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം തീരുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചു മണ്ണിലേക്ക് ഇത് ഇടരുത് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറേശ്ശെ കെട്ടി വെക്കാനൊക്കെ തുടങ്ങി. അപ്പോഴേക്ക് പിന്നെ സർക്കാർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്നും മണ്ണിലേക്ക് ഇടാൻ പാടില്ല, നമുക്ക് സംവിധാനങ്ങളായി പ്ലാസ്റ്റിക് എടുക്കാൻ. 2-3 കൊല്ലം പ്ലാസ്റ്റിക് സർക്കാർ എടുക്കും, പഞ്ചായത്തുകളോ സർക്കാർ എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മള് അതൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഞാനൊക്കെ പിന്നെന്താ പറയാ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ഈ പ്ലാസ്റ്റിക് ചാക്കുകളിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ആദ്യത്തെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട്. അതിന്റെ 2 കൊല്ലം മുന്നേ ഗ്രാമപഞ്ചായത്തുകളിൽ ക്യാമ്പയിൻ തുടങ്ങി, എന്നിട്ട് ഹരിതകർമ്മസേന രൂപീകരിച്ചു. അങ്ങനെ പ്ലാസ്റ്റിക് എടുത്തു കൊണ്ടുപോകാന് ഒരു
മാർഗമായി. ഏത് നമ്മൾ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ, ഇങ്ങനെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇതെന്താ, മണ്ണിൽ വീണ അലിഞ്ഞു ചേരില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കുറ്റം. ഇത് മാത്രമാണോ പ്രശ്നം? പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, എ പുഷ്പലത, അസിസ്റ്റന്റ് സെക്രട്ടറി ഷേർലി, HI പാർവതി, മനോജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന ക്രാഫ്റ്റ് ഡെമോയും ബോധവൽക്കരണ പരിപാടിയും ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സമ്പന്നമായ പൈതൃകത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കരകൗശല വികസന കമ്മീഷണറുടെ ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ക്രാഫ്റ്റ് ഡെമോയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കരകൗശല വിദഗ്ധരുമായി സംവദിക്കുന്ന പരിപാടിയാണിത്. പ്രാദേശിക കരകൗശല പൈതൃകത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കിടയിൽ കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ത്രിദിന പരിപാടി ലക്ഷ്യമിടുന്നതായി അധികൃതർ പറഞ്ഞു. കരകൗശല വസ്തുക്കളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണമായ വൈദഗ്ധ്യം, സർഗാത്മകത എന്നിവ മനസ്സിലാക്കാൻ പരിപാടി യുവതലമുറയ്ക്ക് സഹായകരമാകും. വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും അവസരമൊരുക്കുക എന്നതാണ് ലക്ഷ്യം. തുകൽപ്പാവ, മരം കൊത്തുപണി, ചൂരൽ, മുള, പാളപ്പൂവ് നിർമ്മാണം എന്നിവയാണ് പ്രദർശനത്തിലുള്ളത്. ബുധനാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ഹസീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, തൃശൂർ കരകൗശല സേവന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്ക് ഏറ്റവും നമ്മുടെ നാടിലെ എല്ലാ സ്ഥലത്തും, എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോരോ നാടൻ കലകളുണ്ട്. നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഷൊർണൂരിന്റെ സ്വന്തം തോൽപ്പാവക്കൂത്ത്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഈ ഒരു കലയെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരില്ല. അത് നമ്മൾക്കൊരു അഭിമാനമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അകലൂർ ഉണ്ണത്തുപടിയിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. കുടുംബത്തിന്റെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് നിറം പകർന്നിരിക്കുകയാണ് ലക്കിടി ഉപാസന സേവാ സമിതി. ലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി STV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. STV വാർത്തയെ തുടർന്നാണ് ലക്കിടി ഉപാസന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും വീടൊരുക്കി നൽകിയത്. ലക്ഷ്മിക്കും കുടുംബത്തിനുമായി ലക്കിടി ഉപാസന സേവാ സമിതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മീറ്റ്ന ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി കൈവല്യാനന്ദ സരസ്വതി നിർവഹിച്ചു. സമിതി ചെയർമാൻ V ബാലഗോപാൽ അധ്യക്ഷനായി. വിദ്യാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. KGS നമ്പൂതിരി, പ്രൊഫസർ കലക്കത്ത് രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, N സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടങ്ങളായ പുരാണ ഗ്രന്ഥങ്ങൾ, ഇപ്പൊ രാമായണ പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലെ വരെ രാമായണ മാസമാണ്. അതുപോലെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പാരായണങ്ങളുണ്ട്, ജപങ്ങളുണ്ട്, അർച്ചനകളുണ്ട്, പൂജകളുണ്ട്, ക്ഷേത്ര ദർശനമുണ്ട്. മഹാമനീഷികളായിട്ടുള്ള മഹാതപസ്സുകളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തപസ്സുണ്ട്. ഇതൊക്കെ തന്നെയും ഒരേ ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൊഴിൽ മേഖലയിൽ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം തടയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. പാലക്കാട്ട് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി രൂപീകരണവും ചന്ദ്രനഗർ യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. തൊഴിൽ മേഖല കാലത്തിനൊത്ത് നവീകരിക്കുന്നതിനും ഈ മേഖലയിലെ 2 ലക്ഷം തൊഴിലാളികളുടെ തൊഴിൽ നിലനിർത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ പ്രസിഡന്റ് P രാജൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല ആളുകളും ഇത് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം വർക്ക്ഷോപ്പ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇപ്പോൾ ഈ നമ്മുടെ അടുത്ത യൂണിറ്റിൽ വരെ ഒരു വാഹനം പണിക്ക് വന്നിട്ട് ആ വാഹനം അവസാനം അവനെല്ലാ പണികളും ചെയ്തു, അവസാനം ചെറിയൊരു ഫോൾട്ടുമായി ബന്ധപ്പെട്ട് ഈ വാഹനം കമ്പനിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം വന്നു. അത്ര നേരം പണിയെടുത്ത ഒന്നും എന്താണ് അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്ത്യമ്മ കലമിട്ടുടക്കുക, അങ്ങനെയല്ലേ പറയാ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ നിസ്സഹാരായി നിൽക്കുന്നുണ്ട്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി.
യൂണിറ്റ് സെക്രട്ടറി പി പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PN രാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ, സംസ്ഥാന പ്രതിനിധികളായ M സുനിൽ, സുജിത്, TG രാജീവ് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KC ജഗദീശ്വരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി C മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ടീം വെൽഫെയർ. ചൊവ്വാഴ്ച രാവിലെ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും ചൂരൽമലയിലെത്തി. പ്രദേശത്തെ വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകളാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ഇത് രണ്ടാം തവണയാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജാഫർ, ഷംസുദ്ദീൻ, സദക്കത്ത്, മുസ്തഫ, ഫാത്തിമ, നൂർ മുഹമ്മദ്, നബീസ മുസ്തഫ, നാസർ, ഉസ്മാൻ, ഫൈസൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത്. സംഭവിച്ചു. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് വന്ന ടീം വെൽഫെയറും എൻ്റെ ആളുകളും സംഘാടകർക്കും ഒരുപാട് നന്ദി അറിയിക്കണം. ഞാനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ സമയത്ത് ഞാൻ നമ്മുടെ പള്ളിയിൽ പോയി കിടന്നു. ഭാര്യ പിന്നെ മോളെ വിട്ടു പോയി അവിടെ താമസാക്കി. പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. വീട്ടിലേക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ ആളുകൾ വന്ന് ഇവിടെ കംപ്ലീറ്റ് വൃത്തിയാക്കി തന്ന് അതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. നിങ്ങൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് ഇവിടെ വന്നു നമുക്ക് വേണ്ടി സഹായം ചെയ്തതിന്. നമുക്ക് കൂലിയരിങ്ങ് തരാമെന്നില്ലെങ്കിലും അള്ളാഹു ഇരു വീട്ടിലും എല്ലാ കയറുമ്പർക്കും തെറ്റാം അത് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് വീട്ടമ്മ 4 ലക്ഷം രൂപ സംഭാവന നൽകി. കടമ്പൂർ പാലഞ്ചേരി ഭാരതീയമ്മയിൽ നിന്ന് ഡിവൈഎഫ്ഐ അമ്പലപ്പാറ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ചെക്ക് ഏറ്റുവാങ്ങി. ഭാരതീയമ്മയുടെ മക്കളായ വേണു, രമണി, ഡിവൈഎഫ്ഐ നേതാക്കളായ രാഗേഷ്, കൃഷ്ണപ്രിയ, രാജേഷ്, വിനോദ്, വിഷ്ണു, CPM ബ്രാഞ്ച് മെമ്പർ നാരായണൻ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കണ്ട് ശീലിച്ച ക്വിസ് മത്സരങ്ങളൊക്കെ പൊതുവെ ക്ലാസ് മുറികൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായി വളരെ ലൈവായി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേറിട്ടൊരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോങ്ങാട് KPRP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. കൂടാതെ വിജയികൾക്കും പങ്കെടുത്തവർക്കും ആകർഷകമായ സമ്മാനങ്ങളും വിദ്യാർത്ഥികൾ കരുതിവച്ചിരുന്നു. കോങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവരാണ് ക്വിസ് മത്സരത്തിന്റെ ഭാഗമായത്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും കുട്ടികൾ നൽകി. സ്കൗട്ട് അധ്യാപികയായ M ഷമീന, TU മുരളീകൃഷ്ണൻ, CV അനൂപ്, അനന്തു, ഗൈഡ്സ് അധ്യാപികയായ സജിത, ദിവ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. കൂടാതെ വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്വരൂപിച്ച തുക വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയ്ക്കും PTA പ്രസിഡന്റിനും കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച്. ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് N സുരേഷ് ബാബു. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് 21 വയസ്സുള്ള മൊജഹറുൽ ഇസ്ലാം. പ്രതിയെ പിടികൂടിയത് ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ വെച്ച്. പാലക്കാട് യാക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കടംതുരുത്തിയിൽ രാമേന്ദ്രന്റെ ഭാര്യ സംഗീത. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം തെക്കേയങ്ങാടി സ്വദേശി മരിച്ചു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ പുരോഗമിക്കുന്നു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. സ്ഥലം ഏറ്റെടുക്കേണ്ടത് 52 പേരിൽ നിന്ന്. പാലം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.